ശബരിമല കേരളത്തിൽ ഒരു വിവാദ കേന്ദ്രമായിട്ട് കുറേ നാളുകളായി. ശനിയാഴ്ച പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം, അതിനെക്കുറിച്ച് കേരളം ഇങ്ങനെ സജീവമായി ചർച്ച ചെയ്തതിനിടയ്ക്കാണ് വളരെ മനോഹരമായ ഒരു സന്തോഷ വാർത്ത നമ്മളെ തേടിയെത്തിയത്. അതായത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലിന് ദാദേ സാഹിബ് ഫാൽക്കെ അവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനം. അത് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ നമ്മളുടെയൊക്കെ ഒരു ധാരണ അനുസരിച്ചിട്ട് മോഹൻലാലിന് ഏകദേശം ഒരു 19 വയസ്സാവുമ്പോഴൊക്കെ കിട്ടും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു കുറച്ച് പ്രായമാവുമ്പോൾ കിട്ടുന്ന ഒരു അവാർഡ്, അതുവരെയുള്ള ജീവിതത്തിലെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് എന്നൊക്കെ ഒരു ധാരണയായിരുന്നു. പക്ഷെ അതിനെ തിരുത്തിക്കൊണ്ട് 65 വയസ്സായ മോഹൻലാലിന് ഈ അവാർഡ് അദ്ദേഹത്തെ തേടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും അദ്ദേഹം അതിനർഹനാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ഞാനും ഈ ലോക സിനിമകളൊക്കെ മിക്കവാറും പ്രസിദ്ധമായതും അപ്രസക്തമായതും അല്ലാത്തതും ഒക്കെയുള്ള വിവിധ ഭാഷകളിലേക്ക് ഇപ്പം നമുക്ക് കാണാൻ സൗകര്യമുണ്ട്. ഒരുപക്ഷെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം, എങ്കിലും എന്നെ സംബന്ധിച്ചിട്ട് ലോക നിലവാരത്തിലുള്ള ഒരുപക്ഷെ ഞാൻ ആദ്യം റാങ്ക് ചെയ്യുന്ന ഒരു നടൻ മോഹൻലാൽ തന്നെയാണ്. അപ്പൊ ഇന്നലത്തെ ഈ ഒരു ദിവസം ശബരിമലയും മോഹൻലാലിനും ഫാൽക്കെ അവാർഡ് പ്രഖ്യാപനം, ഇത് തമ്മിലൊരു ഒരു കോയിൻസിഡൻസ് ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 ഈ ശബരിമല വിവാദം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് ഞാനൊരു പുസ്തകം എഴുതിയിരുന്നു. ഒലിവ് ബുക്സ് ആണ് അത് പ്രസിദ്ധീകരിച്ചിരുന്നത്. അത് ശബരിമല ഒരാർത്തവാനുഭവം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിലൊരു ചാപ്റ്ററിൻ്റെ പേര് തന്നെ, ഒരു ചാപ്റ്റർ തന്നെ മോഹൻലാലും സ്ത്രീകളും എന്നുള്ളതാണ്. കാരണം ശബരിമലയും യുവതീ പ്രവേശവും സംബന്ധിച്ചിട്ടായിരുന്നല്ലോ ഈ വിവാദം ഉണ്ടായത്. അതായത് സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാം, പക്ഷെ യുവതികൾക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയില്ല. അപ്പം ആ ഒരു വിഷയത്തെ ഒരു ശബരിമലയെ നമ്മളുടെ ഒരു ഭാരതീയമായ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ കണ്ടുകൊണ്ട്, കാരണം അവിടെ തത്വമസിയാണ്, അപ്പൊ തത്വമസിയുടെ വെളിച്ചത്തിൽ കണ്ടുകൊണ്ട് എന്തുകൊണ്ടായിരിക്കാം സ്ത്രീകൾ, ഈ യുവതികളായ സ്ത്രീകൾ അവിടെ കയറുന്നതിന് വിലക്കല്ല. നമ്മൾ ഈ ഭാരതീയമായ ആചാരങ്ങളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ വിലക്കുകളൊക്കെ പിന്നീട് വന്ന ആൾക്കാർ, ഇതിന്റെ ഈ നിയന്ത്രണം എടുത്ത ആൾക്കാർ കൊണ്ടുവന്നതാണ്. അതൊരു തരം ജീർണതയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. ഇതിന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് അത് ഈ തത്വമസിയുടെ പ്രതിഷ്ഠയാണെങ്കിലും ഏതൊരു ചെറിയ ഒരു നാട്ടിലെ ഒരു മൂർത്തിയുടെ പ്രതിഷ്ഠയാണെങ്കിലും എല്ലാത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യന് സമാധാനം കൊടുക്കുക അല്ലെങ്കിൽ ശാന്തി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും ഈ ക്ഷേത്രങ്ങളിൽ പോകുന്നതും ശബരിമലയ്ക്ക് കയറുന്നതും ഒക്കെ ഈ ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ടാണ്, ശാന്തി, സുഖം, സമാധാനം ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഈ ഭാരതീയ ദർശനവും അതിനുവേണ്ടി ഉടലെടുത്തതാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവിന്റെ വെളിച്ചത്തിലൂടെ മാത്രമേ നമുക്ക് സുഖം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ്, അതാണ് ഭാരതം മുമ്പോട്ട് വയ്ക്കുന്ന ദർശനവും. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഭൗതികമായിട്ടുള്ള എല്ലാ വിജ്ഞാന ശാഖകളും വികസിച്ചിട്ടുള്ളത്. എന്തിന്? ഭാരതം ഈ ഒരു അന്വേഷണത്തിന്, കാരണം ഭാരതത്തിൽ വിശ്വാസികളല്ല, അന്വേഷകരാണുള്ളത്. അന്വേഷകരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ സെമറ്റിക് മതങ്ങളുടെ ഒരു സ്വാധീനം കൊണ്ടാണ് ഈ ഭാരതീയ സംസ്കൃതി ഒരു മതത്തിന്റെ രൂപത്തിൽ അറിയാതെ ഹിന്ദുമതം എന്ന് അറിയപ്പെടുന്നതും പിന്നീട് അതിനകത്തുള്ളവരെന്നെ വിശ്വസിക്കാൻ തുടങ്ങിയതൊക്കെ. പക്ഷെ ഇത് അടിസ്ഥാനപരമായിട്ട് അന്വേഷണത്തിൻ്റെയാണ്. അപ്പം ആ ഒരു കാഴ്ചപ്പാടിലാണ് ശബരിമലയെ നമ്മൾ നോക്കേണ്ടത്. കാരണം ശബരിമല ഇന്ത്യയിലെ തന്നെ, ഭാരതീയ ദർശനത്തിന്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഒരുപക്ഷെങ്കിൽ ശബരിമലയിലൂടെ വേണം ഭാരതീയ ദർശനത്തിലേക്ക് കിടക്കാൻ എന്നുള്ളതാണ്. അപ്പൊ അത് എന്തുകൊണ്ട് യുവതികളായ സ്ത്രീകൾ അവിടെ കയറാൻ പാടില്ല? കാരണം അത് അവർക്ക് സ്വസ്ഥതയായിരിക്കും നൽകുന്നത്, അതോ അസ്വസ്ഥതയായിരിക്കും നൽകുന്നത്? അതുകൊണ്ടാണ്. അപ്പൊ അവിടെ ഈ യുവതികളായ സ്ത്രീകൾ, അതായത് ആർത്തവം ഉള്ള സ്ത്രീകൾ അവിടെ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് മാനസികമായിട്ടുള്ള സ്വസ്ഥതയ്ക്ക് പകരം അസ്വസ്ഥതയായിരിക്കും ഉണ്ടാവുക. കാരണം ഈ വ്രതം എടുക്കുന്നതാണെങ്കിൽ ഇപ്പം പീരിയഡ്സിന്റെ സമയത്തറിയാം, പീരിയഡ്സിലെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ പുറത്തേക്കാണ് തുറക്കേണ്ടത്. കാര്യം ഉള്ളിലുള്ള ആ ഒരു ആർത്തവ രക്തം പുറത്തേക്ക് പോകണം, അതേപോലുള്ള ടോക്സിക് ആയിട്ടുള്ള സംഗതികളെല്ലാം പുറത്തേക്ക് പോവുകയാണ് വേണ്ടത്. അപ്പൊ ആ സമയത്ത് ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് ഉള്ളടക്കി ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു യുവതിക്ക് വ്രതത്തിലിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ശാരീരികവും മാനസികവുമായിട്ടുള്ളൊരു സംഘട്ടനം വരും.
ഈ സംഘട്ടനത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് യുവതികൾ ഈ ശബരിമല അല്ലെങ്കിൽ ആർത്തവം നിലയ്ക്കാത്ത സ്ത്രീകൾ ശബരിമല ക്ഷേത്രത്തിൽ കയറുന്നത് അവർക്ക് ഗുണകരമല്ല എന്ന് പറയുന്നത്. അത് പിന്നീട് ഈ ആചാരങ്ങളും കടമ്പിടുത്തങ്ങളും ഒക്കെ വരും, അത് ജീർണതയുടെ ഭാഗം തന്നെയാണ്. അപ്പൊ അങ്ങനെ എഴുതി വന്ന സമയത്താണ് ഞാൻ എൻ്റെ ഈ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ ഇത് 2019 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ആ ചാപ്റ്ററിലെ ഒരു ചാപ്റ്ററിന്റെ പേര് തന്നെ മോഹൻലാലും സ്ത്രീകളും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ മോഹൻലാലിന് അവാർഡ് കിട്ടിയ ദിവസവും ഈ ശബരിമല അയ്യപ്പ സംഘവും കൂടെ ബന്ധപ്പെട്ട് വന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാനിത് പറയാമെന്ന് വിചാരിക്കുന്നത്. കാരണം മോഹൻലാലിന്റെ അടുത്ത് ഒരു അഭിനയത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും, ഞാൻ അഭിനയിക്കുകയാണ്. ശരിയാണ്, അദ്ദേഹത്തിന് അറിയില്ല എവിടുന്നാ വരുന്നതെന്ന്. അവിടെയാണ് ഈ അബോധ മനസ്സ്, അതിൻ്റെ ഈ സർഗാത്മകത മുഴുവൻ അവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ ഒരു കഥാപാത്രത്തെ കൊടുത്തു കഴിഞ്ഞാൽ ക്യാമറ ആക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ആ കഥാപാത്രമായിട്ട് മാറി നമ്മളിലേക്ക് ആ കഥാപാത്രം ഇറങ്ങി വരികയായി. അപ്പൊ അവിടെ ഞാൻ ഈ മോഹൻലാലിന് അദ്ദേഹത്തിന്റെ ഈ അഭിനയ കല അല്ലെങ്കിൽ ആ കഴിവ് എങ്ങനെ പ്രകടമാകുന്നു എന്ന് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ അദ്ദേഹം അഭിനയിക്കുന്നു. അത് അദ്ദേഹം തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിനെ ഒരു വരദാനമെന്നോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു കടാക്ഷമെന്നോ ഒക്കെ കാണാം. പക്ഷെ അദ്ദേഹത്തിലൂടെ എങ്ങനെയാണോ ആ സർഗാത്മകത പ്രകാശിതമാകുന്നത്, അത് അദ്ദേഹത്തിൽ കിടക്കുന്ന അറിയാത്ത ഒരു തലമാണ്, അതൊരു അബോധ തലമാണ്. ഇതേപോലെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിട്ടും. ആ സ്ത്രീകളെ സംബന്ധിച്ചിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ശക്തിയെ പലപ്പോഴും അവർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പം ഒരു യുവതി നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ശരിയാണ്, എന്തുകൊണ്ട് അവിടെ കയറി കഴിഞ്ഞാൽ അത് സംഭവിക്കും? ഒരു ചുക്കും സംഭവിക്കത്തില്ല. ഒരു യുവതി അവിടെ കയറിക്കൊണ്ടോ അവിടെ ആർത്തവ സമയത്തൊരു സ്ത്രീ ശബരിമലയിൽ കയറിയോണ്ട് ശബരിമല അയ്യപ്പൻ എന്തെങ്കിലും സംഭവിക്കൂ? ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ തിരിച്ചിറങ്ങി വരുമ്പോൾ ആ സ്ത്രീയുടെ മനസ്സിൽ താൻ ചെയ്തത് ശരിയോ തെറ്റോ, ഒന്നുമില്ല, പ്രശ്നമില്ല എന്നൊക്കെ വേണമെങ്കിൽ ന്യായീകരിക്കാമെങ്കിലും അബോധ മനസ്സിൽ ചിലപ്പോൾ അവരെ ആ ഒരു ചിന്ത ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. ഇത് അവരുടെ സ്വസ്ഥതയെ നശിപ്പിക്കും. ഇത് പലപ്പോഴും ഇതിനകത്ത് ഏർപ്പെടുന്ന വ്യക്തികൾക്ക് അറിയാൻ കഴിയത്തില്ല. അപ്പോൾ ഇത്രയും അധികം സൂക്ഷ്മമായിട്ടുള്ള ഈ പ്രകൃതിയുടെ അനുരണനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ് സ്ത്രീയിലാണ് കൂടുതൽ പ്രത്യക്ഷപ്പെടുക. ഉദാഹരണത്തിന് മനസ്സിലായി, ഒരു ചന്ദ്രന്റെ ആ ഒരു 28 ദിവസത്തെ ആ ഒരു ലൂണാർ സർക്കിളിന്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീയുടെ ആർത്തവം നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അത്രയും പ്രകൃതിയുമായിട്ട് വളരെയധികം സൂക്ഷ്മമായി ഇടപെടുന്നവരാണ് ഈ സ്ത്രീകൾ. അതിൽ ആർത്തവമുള്ള യുവതികൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രകൃതിയിലെ എല്ലാ അംശങ്ങളുമായിട്ട് എപ്പോഴും ഈ കമ്മ്യൂണിക്കേഷനിലായിരിക്കും. അത് തടസ്സമോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വിഘാതമോ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് ഈ ഒരു വിഷമം ഉണ്ടാകുന്നത്. അപ്പൊ അവർക്കത് അറിയണമെന്നില്ല. അതുകൊണ്ടാണ് ഈ യുവതികൾ അവിടെ പ്രവേശിക്കരുതെന്ന് പറയുന്നത്. ഏതാണ്ട് അതേ അവസ്ഥയാണ്. അപ്പൊ സ്ത്രീകൾക്കറിയില്ല. ഇപ്പൊ സ്ത്രീകൾക്ക് ഈ ഒരു ലൂണാർ സൈക്കിളിന്റെ ഒരു ചലനമോ അല്ലെ അങ്ങനെയുള്ള പ്രകൃതിയിൽ നടക്കുന്ന ഗ്രഹങ്ങളുടെ ചലനമോ ഒക്കെ തൻ്റെ ശരീരത്തിൽ എങ്ങനെ അത് പ്രതിഫലിക്കും എന്നുള്ള ഒരു സ്ത്രീക്ക് അറിയണമെന്നില്ല. പക്ഷെ അവരിതെല്ലാം സംഭവിക്കുന്നു. ഇതുപോലെ എന്നാൽ മോഹൻലാലില് ആ ഒരു സർഗശേഷി എങ്ങനെയാണോ പുറത്തു വരുന്നത്, അദ്ദേഹത്തിലും അത് അറിയാതെ കിടക്കുകയാണ്, പക്ഷെ അത് പുറത്തേക്ക് വരുന്നു. അപ്പൊ ഈ ഒരു ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു ചാപ്റ്ററിൽ അത് മോഹൻലാലും സ്ത്രീകളും എന്നൊരു ചാപ്റ്റർ ഉൾപ്പെടുത്തിയത്. അത് ഈ ശനിയാഴ്ച ഈ അയ്യപ്പ സംഗമവും മോഹൻലാലിന്റെ ഈ ഫാൽക്കെ അവാർഡിന്റെ അദ്ദേഹത്തിന് നൽകിക്കൊണ്ടുള്ള ഒരു അറിയിപ്പ് വന്നതോടുകൂടി അതിന്റെ ഒരു കോയിൻസിഡൻസ് വന്നുകൊണ്ട് അതൊന്ന് ഓർത്തു എന്ന് മാത്രമല്ല, ഇത് ഈ മോഹൻലാലിനെ ചേർത്ത് വെച്ച് നമ്മൾ ശബരിമലയെ ഒന്ന് കാണുമ്പോൾ നമുക്കൊരു പുതിയൊരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു പുതിയൊരു അവബോധം വേണമെങ്കിലും നമുക്ക് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് ലഭ്യമാകാൻ കഴിയുകയും ചെയ്യും.